ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. സോ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ തേർഡ് ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. സോ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇവിടെ ഒരു മെയിനായിട്ട് ഇവിടെ പറയാനാണെങ്കിൽ ടോട്ടലി നമുക്ക് പറയാനാണെങ്കിൽ ഈ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ ആണ്. അതായത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ വളരെയധികം ശാന്തതയെ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളായിട്ട് തല്ല് പിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചീത്ത പറയാനോ അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് വാക്ക് തർക്കത്തിന് നിൽക്കാനോ ഒന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതായത് ടോട്ടലി ഒരു ശാന്തമായിട്ടുള്ള ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ഈ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അതിപ്പോൾ നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലായാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ ലവേഴ്സ്, ഓക്കെ, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശാന്തതയെ ആഗ്രഹിക്കുന്നു, സമാധാനത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ആഘോഷിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സൺ മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ബിക്കോസ് വി ഗോട്ട് ദ തേർഡ് ഐ ചക്ര ആൻഡ് ഓൾസോ നമുക്ക് ദ ഹേർട്ട് ചക്ര കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൻ്റെ ചക്രാസ് ആക്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട്, ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ പേഴ്സന് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം. ഓക്കെ, ആരാണെന്ന് അറിയില്ല, പക്ഷെ ഏതോ ഒരു വ്യക്തിക്ക് വളരെയധികം ചക്രാസ് ആക്ടിവേഷൻ തുടങ്ങിയിട്ടുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് നിങ്ങൾ ബൈ ചെയ്ത് മേടിച്ച് നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടാകാം. സോ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണ് വളരെയധികം മനസ്സ് ശാന്തമാവുകയും, ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ് മുന്നോട്ട് ജീവിക്കുന്നതെങ്കിൽ പോലും, അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പം ഈ പേഴ്സൺ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ പണ്ട് മേ ബി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ, അങ്ങനെ ഒരു തല്ല് പിടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ചിന്തകളായിരുന്നു ഈ പേഴ്സൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് എപ്പോഴും വാക്ക് തർക്കത്തിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും ഫൈറ്റിംഗ് ആയിരുന്നു നിങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സൺ മേ ബി അത് മെഡിറ്റേഷനോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സോ ക്രിസ്റ്റൽസോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ കുറച്ചും കൂടി ഒരു സമാധാനപ്രിയനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാലും, അതായത് നിങ്ങൾ അങ്ങോട്ട് പോയി മെസ്സേജ് ചെയ്യേണ്ട, ബട്ട് ഇൻ കേസ് ഈ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സമാധാനപരമായിട്ടുള്ള രീതിയിലാകാനുള്ള സാധ്യതകൾ അധികമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മേ ബി ഒരു പ്ലഷറായിട്ട്, ഒരു സോഫ്റ്റ് ആയിട്ടായിരിക്കാം പെരുമാറുന്നത്. ബിക്കോസ് നിങ്ങളായിട്ട് വളരെയധികം മാച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറ്റിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ തേടിപ്പോയാലും നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആർക്കും കഴിയില്ല എന്നുള്ള തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചക്രാസ് ആക്ടിവേഷൻ്റെ ഒരു ഫലമായിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളോടുള്ള സ്നേഹം വേണ്ട എന്നല്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്.
ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അതായത് നിങ്ങളായിട്ടുള്ള പ്രണയബന്ധത്തിന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. അതായത് മറ്റേതൊരു തരത്തിലും നോക്കുകയാണെങ്കിലും മേ ബി ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചും കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം, കുറച്ചും കൂടി സ്ട്രക്ചർ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറൊക്കെ ഉള്ള വളരെയധികം ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ശരീരപ്രകൃതമുള്ള ആൾക്കാരായിരിക്കണം. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളായിട്ട് നല്ല രീതിയിൽ മാച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ കഴിവുകൾ, അതിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം സന്തോഷിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം പാഷനേറ്റ് ആണ്. ഓക്കെ, വളരെയധികം പാഷനേറ്റ് ആണ്. കാരണം വളരെയധികം സെക്ഷുവൽ ഫീലിങ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമാജിനേഷൻ ഒക്കെ ഈ പേഴ്സൺ നിങ്ങളെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണോടുള്ള അട്രാക്ഷൻ ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഈ പേഴ്സണായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പേഴ്സണോട് സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കിയിരുന്നേക്കാം. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് നിങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിലും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടായിരിക്കണം കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ടാരറ്റ് റീഡിങ്സ് കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിലും ഈ പേഴ്സണായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണായിട്ട് വഴക്ക് കൂടാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും നിങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും വളരെ പോസിറ്റിവിറ്റി ആയിട്ട് ഈ പേഴ്സണായിട്ടൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഈ പേഴ്സണായിട്ട് എപ്പോഴും ഇങ്ങനെ തല്ല് പിടിക്കുന്നതിൽ കാര്യമില്ല, ഒരു സമാധാന തരത്തിലേക്ക് വരാം എന്നുള്ള തരത്തില് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഈ പേഴ്സണ് വന്നിരിക്കുന്ന അതേ മാറ്റം തന്നെ നിങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പേഴ്സൺ വളരെ ശാന്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും ശാന്തമാകുന്നുണ്ട്. ഈ പേഴ്സൺ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങളോട് പലതരത്തിലും അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, അതായത് മാപ്പ് പറയുന്നുണ്ട്. നിങ്ങളോട് ദേഷ്യപ്പെട്ടതിനും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിനും ഒക്കെയും ഈ പേഴ്സൺ സോറി പറയുന്നുണ്ട്. ഈ പേഴ്സണോട് ദേഷ്യം തോന്നരുത് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട്. നേരിട്ട് പറയാൻ ധൈര്യമില്ല, ബിക്കോസ് സഫറിങ് ഇൻ സൈലൻസ് ആണ്. അതായത് നിശബ്ദമായി ഇരിക്കുകയാണ്. ഇനി സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പേടിച്ചിട്ട് ഈ പേഴ്സൺ നിശബ്ദനായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാന്റസി ഫീലിങ്സ് ആണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൂട്ടുന്നത്. ഫാന്റസി ഫീലിങ്സ് എന്ന് പറയുമ്പോൾ സ്വപ്ന ലോകത്തെ ആ ഒരു ജീവിതമുണ്ടല്ലോ, ആ ഒരു ഫാന്റസി വേൾഡിലാണ് ഈ പേഴ്സൺ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പേഴ്സന്റെ നൈറ്റ് ഫീലിങ്സ്. സോ തീർച്ചയായിട്ടും റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ഈ ഒരു എന്താ പറയാ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.